അവധിക്കാലത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ സൗഹൃദ കൂട്ടായ്മ, ആ അധ്യാപകർ ഉൾപ്പെടുന്ന സംഘം, അതിൽ അനധ്യാപകരും ഉണ്ടായിരുന്നു, അധ്യാപകരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളൊരു സംഘം വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത്. ആ സംഘം ആണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി മടങ്ങുന്നത്. ആ നാടൊന്നടങ്കം വിറങ്ങലിച്ച് നിൽക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ അവർക്ക് നഷ്ടമായിരിക്കുന്നു. നാടിനെ ഏറെ സ്നേഹിച്ച, കുട്ടികളെ ഏറെ സ്നേഹിച്ച ഒരു കൂട്ടം അധ്യാപകർ, അവർക്കിടയിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു. സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണ്. അങ്ങനെ സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും യാത്ര പോയ വിവരം നാട്ടുകാർ അറിഞ്ഞത് തന്നെ അതിൽ ഒരു അധ്യാപിക ഇട്ട സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വാട്സപ്പിൽ ഇട്ട സ്റ്റാറ്റസിൽ ആയിരുന്നു. അതിലിവർ ഈ വാഹനം പുറപ്പെടുന്നതിന് മുമ്പുള്ള ചിത്രവും അങ്ങനെ യാത്ര പുറപ്പെടുന്നു എന്നും അറിയിച്ചുകൊണ്ടുള്ള സ്റ്റാറ്റസ് ആയിരുന്നു. അതിന് തന്നെ നിരവധി ആളുകൾ ആശംസകളുമൊക്കെ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ ആണ് ഇവരുടെ യാത്രയുടെ വിവരങ്ങൾ ഉൾപ്പെടെ സുഹൃത്തുക്കളും മറ്റ് ബന്ധുക്കളുമൊക്കെ അറിഞ്ഞത്. പക്ഷേ അതേ യാത്രാ സംഘം അപകടത്തിൽപ്പെട്ടു എന്നും അത് അവരുടെ അവസാന യാത്രയായിരുന്നു എന്നും ഇപ്പോഴും അത് ബന്ധുക്കൾക്ക്, ഉറ്റവർക്ക്, ഉടയവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു നാട് ഒന്നടങ്കം വിറങ്ങലിച്ചു നിൽക്കുന്നു. കണ്ണീരണിഞ്ഞ നാടിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേനൽ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, പ്രത്യേകിച്ച് പരീക്ഷയുടെ തിരക്കുകൾ എല്ലാം കഴിഞ്ഞ് പഠനത്തിൻ്റെ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരല്പം ഇടവേളയെടുക്കുന്ന സമയം ആയിരുന്നു ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് ആ അധ്യാപകർ ഉൾപ്പെടുന്ന സംഘം വാൽപ്പാറ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും വേദനാജനകമാകുന്നത് ഒരേ സ്റ്റാഫ് മുറിയിൽ ഒരുമിച്ച് സമയം ചെലവഴിച്ചിരുന്ന, ഒരേ സ്റ്റാഫ് മുറിയിൽ നിന്ന് ഓരോ ക്ലാസ് മുറിയിലേക്കും പുറപ്പെട്ടിരുന്ന അധ്യാപകരാണ് ഇവരെല്ലാവരും എന്നതാണ്. ആ സ്റ്റാഫ് മുറിയിലെ 3 അധ്യാപകർ മാത്രമാണ് ഈ സംഘത്തിൽ ഇല്ലാതിരുന്നത് എന്നതുകൂടിയാണ്. അവർ പല കാരണങ്ങൾ കൊണ്ട് ഈ യാത്രയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എന്നതും ഏറെ വേദനാജനകമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട് പല മുഖങ്ങളും. ആ മുഖങ്ങളിൽ തന്നെ ഇപ്പോൾ കാണുന്ന മജീദ് എന്ന അധ്യാപകൻ, ഒരു പക്ഷേ ആ അധ്യാപകൻ ആ നാടിന് വലിയ പ്രചോദനം കൂടിയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ള ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കുകയും അങ്ങനെ കുട്ടികൾക്ക് മാതൃകാപരമായ തരത്തിൽ തന്നെ അധ്യാപനം നടത്തുകയും ചെയ്തിരുന്ന അധ്യാപകനായിരുന്നു അബ്ദുൾ മജീദ് എന്നതാണ് സഹപ്രവർത്തകരും ഒപ്പം നാട്ടുകാരും എല്ലാവരും പറയുന്നത്. മജീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ആയിരുന്നു കടന്നുപോയത് എന്ന് പറയുന്നു. പുതിയ വീട് നിർമ്മിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ്. ആ വീട്ടിൽ ആദ്യത്തെ റംസാനും പെരുന്നാളുമെല്ലാം ആഘോഷിച്ചത് ഇത്തവണയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ആണ് അധ്യാപകൻ അബ്ദുൾ മജീദും ഭാര്യ റുഖിയയും ഈ യാത്രാ സംഘത്തിൻ്റെ ഭാഗമായത്. കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഭർത്താവിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് റുഖിയ ഈ സംഘത്തിൻ്റെ ഭാഗമായത് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഈ അധ്യാപകരുമായി റുഖിയയ്ക്ക് അടക്കം നല്ല സൗഹൃദം ആണ് ഉണ്ടായിരുന്നത് എന്നും പറയുന്നു. ഇവർ എല്ലാവരും ഒരേ വാഹനത്തിൽ ആണ് യാത്രയാരംഭിച്ചത്. ആ വാഹനത്തിൽ അവരുടേത് അവസാന യാത്രയായിരുന്നു എന്നതാണ്. മീനാർക്കുഴി GLP സ്കൂളിൽ ആയിരുന്നു അബ്ദുൾ മജീദിൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റ് സ്കൂളുകളിൽ, പല സ്കൂളുകളിലും സേവനം അനുഷ്ഠിച്ച് അതിനുശേഷം ആണ് പാങ് GLP സ്കൂളിൽ അധ്യാപകനായി എത്തിയത് എന്നതാണ്. ഒപ്പം നമുക്ക് പ്രധാന അധ്യാപികയായ അജിതയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് സ്ക്രീനിൽ ചിത്രവും കാണാൻ സാധിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് മാത്രമാണ് അജിത ഈ സ്കൂളിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് പ്രൊമോഷൻ ലഭിച്ച് സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്ന് പ്രഥമ അധ്യാപികയായി അജിത എത്തുകയായിരുന്നു എന്നതാണ്. അജിതയും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു, മറ്റ് അധ്യാപകരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ചിത്രത്തിൽ കാണുന്ന ആശ എന്ന അധ്യാപിക, ആ അധ്യാപികയാണ് ഈ യാത്ര പുറപ്പെടും മുമ്പ് തൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ചിത്രം ഇട്ടിരുന്നത്. ഇങ്ങനെയൊരു യാത്ര പോകുന്നു, സംഘമായി പോകുന്നു എന്നത് വാഹനത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ ആയിരുന്നു ആശ സ്റ്റാറ്റസ് ആക്കി ഇട്ടത്.
അങ്ങനെ മറ്റ് സഹപ്രവർത്തകരും സ്കൂളിലെ പരിചയക്കാരുമെല്ലാം ഈ യാത്രയ്ക്കെല്ലാ ആശംസകളും നേർന്നിരുന്നു എന്നുകൂടിയാണ് അറിയുന്നത്. അങ്ങനെയുള്ള ഒരു യാത്രയാണ്. അത് പൂർത്തിയാക്കും മുമ്പ് അവസാനിപ്പിച്ച് അവർ മടങ്ങുന്നത്. അവർ ഒരുമിച്ച് യാത്രയായി ഒരുമിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ യാത്ര ആരംഭിച്ചത് അവർ ഒരുമിച്ചായിരുന്നു. അവർ ഒരുമിച്ച് ഇപ്പോൾ മടങ്ങുകയും ചെയ്യുന്നു എന്നത് നാടിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഹിഷാമും ഈ അപകടത്തിൽ മരണപ്പെട്ടു. പ്രേക്ഷകർക്ക് സ്ക്രീനിൻ്റെ താഴെയുള്ള ദൃശ്യങ്ങളിൽ ഹിഷാം എന്ന കൊച്ചുകുട്ടിയെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവധിക്കാലം ആരംഭിച്ചതോടെ കൂട്ടുകാരോടൊപ്പം കളിചിരികളുമായി നടന്നിരുന്ന ഹിഷാമും ഈ അപകടത്തിൽ പോകുന്നു. ഈസ്റ്റ് പാങ് ആലുങ്ങൽ കുഞ്ഞു മുഹമ്മദിൻ്റെയും സുഹറയുടെയും മകൻ ആണ് ഹിഷാമും സുഹൃത്തുക്കളെ കൊച്ചുകുട്ടികളായ സുഹൃത്തുക്കൾ അവർക്ക് ഒന്നും ഹിഷാം ഇനി നാളെ മുതൽ അവരുടെ കളിക്കൂട്ടുകാർക്കിടയിൽ ഉണ്ടാകില്ല എന്നത് ഏറെ വേദനയോടുകൂടി മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. ടൂറ് പോകുന്നതിന് മുമ്പ്, വിനോദസഞ്ചാരത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഉൾപ്പെടെ കൂട്ടുകാരോടൊപ്പം കളിചിരികളുമായി നടന്നിരുന്ന, വിനോദസഞ്ചാരത്തിന് പോകുന്നതിനെക്കുറിച്ചൊക്കെ അവരുമായി വാചാലനായിരുന്ന ഹിഷാം ഇനി ആ സംഘത്തോടൊപ്പം ഇല്ല എന്നത് ആ കൊച്ചു കൂട്ടുകാർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകുന്നു. അങ്ങനെ ഒരു സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ 9 പേർ ആണ് മരണപ്പെട്ടത്. വെള്ളാച്ചി ചുരം റോഡിൽ ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് ആയിരുന്നു ഈ സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞത്. അങ്ങനെയാണ് 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്നതും വേദനാജനകമാണ്. സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന അജിത, 54 വയസ്സ്, പ്രമോഷൻ ലഭിച്ച്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനക്കയറ്റം ലഭിച്ച് എത്തിയ അധ്യാപികയാണ്. സർവീസ് അവസാനിക്കുന്ന കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയത്. അങ്ങനെ അതിനിടയിൽ കിട്ടിയ സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥാനമാറ്റവും ഉണ്ടായി. അങ്ങനെ ട്രാൻസ്ഫർ ലഭിച്ച് ഈ സ്കൂളിലേക്ക് 2 വർഷം മുമ്പ് എത്തിയ പ്രധാന അധ്യാപിക അജിത, അധ്യാപകരായ റംലയും 52 വയസ്സുണ്ട്. റംലയുടെയും അധ്യാപന ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിലൂടെ ആയിരുന്നു കടന്നുപോയത്. 43 വയസ്സുള്ള സുഹറ, 41 വയസ്സുള്ള ആശ എന്നിവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. അബ്ദുൾ മജീദ് എന്ന കാഴ്ചപരിമിതിയുള്ള അധ്യാപകൻ 43 വയസ്സായിരുന്നു. ഭാര്യ റുഖിയ 39 വയസ്സായിരുന്നു. പാചകത്തൊഴിലാളിയായ സാജിദ 45 വയസ്സ്. ഇവർ ആണ് മരണപ്പെട്ടത്. ഇതിൽ തന്നെ സുഹറയുടെ മകൻ ആണ് ചെറുകുളമ്പ് IKTHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹിഷാം. 12 വയസ്സാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ സ്കൂളായ പാങ് GUPA സ്കൂളിലെ അധ്യാപികയാണ് മരണപ്പെട്ട ഷക്കീന. 37 വയസ്സാണ് ഷക്കീനയ്ക്ക്. ഇങ്ങനെ 9 പേർ ആണ് അപകടത്തിൽ മരണപ്പെട്ടത്. അപകടത്തിൽ വാൻ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ്, ഗുരുതരമായ പരിക്ക ആണ് മുഹമ്മദ് ഫാഹിസിന് ഉള്ളത്. മറ്റ് 3 പേരുടെ നില കൂടി ഗുരുതരം എന്നത് തന്നെയാണ്. 4 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരം എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.